അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് 3 ലക്ഷണം ഉണ്ടാകും. ഒന്നാമത്തേത് ഇഅ്റാദു അനിൻ നസ്വീഹ, നല്ലത് കേൾക്കാൻ മടി. ഇതുപോലുള്ള ക്ലാസുകൾ ഇതൊന്നും വേറെ പണിയില്ല, വൈസന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള ക്ലാസുകൾ, ഉസ്താദുമാരുടെ നസീഹത്തുകൾ, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക, അല്ലെങ്കിൽ എന്താണ് ഇബാദത്ത്, ഇതിനൊന്നും മടി, എന്നും ചെയ്യൂല. നസീഹത്തുകൾ നന്നാവാൻ ഖുർആൻ ഓതുക അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക ഇതൊന്നും ഇഷ്ടമല്ല. അതെന്താണ്? അള്ളാഹു അവനെ വെറുത്തു എന്നതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഇബാദത്തുകൾക്ക് വേണ്ടി നിസ്കരിക്കൂല, നോമ്പ് പിടിക്കില്ല, ഒരു നന്മയും ചെയ്യൂല, അയാൾക്ക് വെറുപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് അള്ളാഹ്ക്ക് അയാളെ ഇഷ്ടമല്ല എന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തേതോ തെറ്റുകളിൽ അടിയുറച്ചു നിൽക്കുക, തെറ്റാണെന്നറിയാം എന്നിട്ടും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, തൗബ ചെയ്യുന്നില്ല, ഇസ്തിഗ്ഫാർ പറയുന്നില്ല. അതെന്താണ്? അതും ഒരു അടയാളമാണ്, അള്ളാഹു അവനെ വെറുക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമുക്ക് ദുആ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ആരാണ്? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ.